എല്ലാവർക്കും വേണ്ടത് ഇങ്ങനെ ഒരു ഭാര്യയായിരിക്കും. നല്ല സ്വാദിഷ്ടമായ ആഹാരമുണ്ടാക്കുന്നവൾ. ഇവിടെ മോഹന് കിട്ടിയ ഭാര്യ എപ്പോഴും എപ്പോഴും തിന്നുകൊണ്ടേയിരിക്കുമായിരുന്നു. ഒരുപാട് തിന്നുന്നതുകൊണ്ട് നല്ല വണ്ണമുണ്ടായിരുന്നു. കട്ടിലിൽ നിന്നൊന്ന് എണീക്കാൻ തന്നെ പാടുപെടുമായിരുന്നു. എന്നിട്ടും കഴിക്കുന്നത് നിർത്തിയില്ല. രാവും പകലും കഴിച്ചോണ്ടേയിരുന്നു. കല്യാണ സമയത്ത് പോലും മോഹൻ അറിയില്ലായിരുന്നു ഭാര്യ ഇത്രയും തീറ്റിപ്പണ്ടാരമായിരിക്കുമെന്ന്. കാരണം മോഹന്റെ അറേഞ്ച് മാരേജ് ആയിരുന്നു. കല്യാണത്തിനു മുമ്പ് ഭാര്യ ഷെഫാലിനെ ഒന്ന് കണ്ടിട്ട് പോലുമില്ല. ഒരു ബന്ധു പറഞ്ഞതുകൊണ്ട് അവൻ അവളെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചു. മോഹൻ ഒരു ആഹാര കച്ചവടക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ഷെഫാലി ഇത് കേട്ടപ്പോ കല്യാണത്തിന് സമ്മതിച്ചു. മോഹൻ ഈ കാര്യം അറിഞ്ഞത് ആദ്യ രാത്രിയിലായിരുന്നു. അപ്പോഴും ഷെഫാലി പൊട്ടി പൊട്ടി കരയുന്നു. ഷെഫാലി, എന്തു പറ്റി? വീടിനെ കുറിച്ച് ഓർത്തിട്ടാണോ? നോക്കൂ, എല്ലാ പെൺകുട്ടികൾക്കും ഒരു ദിവസം തങ്ങളുടെ വീട് വിട്ടു പോകേണ്ടി വരും. കരയാതെ. ഷെഫാലി പറഞ്ഞു, ഞാൻ അത് കാരണമൊന്നും അല്ല കരയണേ. പിന്നെ എന്തിനാ കരയുന്നേ? എനിക്ക് നല്ല രീതി വിശക്കുന്നു. 1 മണിക്കൂർ മുമ്പല്ലേ ഞാൻ മധുരം കഴിച്ചത്. അതിനുശേഷം ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. പക്ഷേ 1 മണിക്കൂർ കഴിഞ്ഞ് എങ്ങനാ വിശക്കുന്നേ? ഞാൻ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും വിശക്കും. നിങ്ങൾ 1 മണിക്കൂറിന്റെ കാര്യമാണ് പറയണേ. എനിക്ക് ഇത്ര ആഹാരം കൊണ്ടു തരുമോ? ആ ശരി, ഞാൻ ഭക്ഷണം കൊണ്ടുവരാം. കല്യാണത്തിന്റെ ആഹാരം മിച്ചമുണ്ടായിരുന്നു. ഷെഫാലിക്ക് അവൻ ബട്ടർ നാനും ചോലയും ഒക്കെ കൊണ്ടുകൊടുത്തു. ഇത് കൊള്ളാലോ, ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണല്ലോ. ഷെഫാലി 10 ബട്ടർ നാൻ ഒറ്റയടിക്ക് അങ്ങ് തീർത്തു. എന്നിട്ട് പറഞ്ഞു, ഇനിയും നാൻ കൊണ്ടുവരൂ. മോഹൻ വീണ്ടും 10 നാൻ കൊണ്ടുവന്നു. ഷെഫാലി അതിനെയും 1 മിനിറ്റ് കൊണ്ട് തീർത്തു. ഇനിയും കൊണ്ടുവാ. ഞാൻ തീർന്നുപോയി. എന്നാ ചോറും സാമ്പാറും അവിയലും കൊണ്ടുവാ. മോഹൻ ഓടിപ്പോയി ആഹാരം കൊണ്ടുവരും. ഷെഫാലി അത് തീർക്കും. ഇനിയും കൊണ്ടുവാ. അയ്യോ, എല്ലാ ഭക്ഷണവും തീർന്നുപോയി ഷെഫാലി. എനിക്കൊന്നും അറിയണ്ട, എനിക്ക് ആഹാരം കൊണ്ടുത്താ. എനിക്ക് മാഗി ഉണ്ടാക്കി തരുമോ? ഇത്രയും കഴിച്ചിട്ട് പോലും ഷെഫാലിയുടെ വിശപ്പടങ്ങിയില്ല. മോഹൻ ഒറ്റയടിക്ക് 10 പാക്കറ്റ് മാഗി ഉണ്ടാക്കി. മാഗി കഴിച്ചു കഴിഞ്ഞ് ഷെഫാലി പറഞ്ഞു, ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി വാ, കിടന്നുറങ്ങാം. ഷെഫാലി പൊതച്ചു മൂടി കിടന്നു. മോഹനും ഉറങ്ങി. ഉറക്കത്തിലായിരുന്ന ഷെഫാലി ഓരോ മിനിറ്റിലും ഗ്യാസ് വിടാൻ തുടങ്ങി. എന്തൊരു മണമാ! ഇവളെ വിവാഹം കഴിക്കേണ്ടിയിരുന്നില്ല. ഇതിലും നല്ലത് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നതായിരുന്നു. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അനുഭവിക്കുക തന്നെ. ഇത് തുടക്കം മാത്രം. അടുത്ത ദിവസം രാവിലെ ഷെഫാലി അടുക്കളയിൽ ഉണ്ടായിരുന്ന പച്ചക്കറി മുഴുവൻ തിന്നുകളഞ്ഞു. മോഹൻ അടുക്കളയിൽ വന്ന് നോക്കിയപ്പോ കഴിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അയ്യോ, ഇതെന്താ? ഇവിടെ ഒന്നും കഴിക്കാനില്ലേ? എനിക്കെന്താ അറിയാം. എനിക്ക് വിശന്നപ്പോ ഞാൻ എല്ലായിടത്തും അങ്ങ് തിന്നു. ഇനി ഉച്ചയ്ക്ക് എനിക്ക് വിശക്കുമ്പോ ഇനി ഞാൻ എന്തെടുത്ത് തിന്നും? ശരി, ഞാൻ കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാം. മോഹൻ ആഹാരം കഴിക്കാതെ തന്നെ ഢാബയിലോട്ട് പോയി. പക്ഷെ അതൊന്നും ഷെഫാലിക്കൊരു പ്രശ്നമല്ല. അവൾ ആഹാരത്തെക്കുറിച്ച് മാത്രം ആലോചിച്ചു. മോഹൻ ഢാബയിൽ നിന്ന് 2 ബിരിയാണി കൊടുത്തുവിട്ടു. ആ 2 പ്ലേറ്റ് കഴിച്ചിട്ടും ഷെഫാലിക്ക് വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മോഹൻ വൈകുന്നേരം വന്നപ്പോ ഷെഫാലി പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. ഇനി എന്താ? എന്തിനാ കരയുന്നേ? ഞാൻ ഭക്ഷണം വാങ്ങി തന്നില്ലേ? 2 പ്ലേറ്റ് ബിരിയാണി കൊണ്ട് എന്റെ വയറ് നിറഞ്ഞില്ല. നിങ്ങൾക്കറിയാലെങ്കിൽ എന്തോരം കഴിക്കുമെന്ന്. എനിക്ക് ഒരു 20 പ്ലേറ്റ് ബിരിയാണിയെങ്കിലും വേണം. 20 പ്ലേറ്റോ? ഷെഫാലി, ഞാൻ പാവപ്പെട്ടവനാണ്. എപ്പോഴും അങ്ങനെ കടയിൽ നിന്ന് ഭക്ഷണം വാങ്ങും? നീ ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും പറ? പിന്നെ നീ നിന്റെ ശരീരം നോക്ക്. ഇങ്ങനെ നീ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിനക്ക് വല്ല അസുഖവും വരും, ഉറപ്പാ. എന്താ നിങ്ങൾ എന്റെ ആഹാരത്തിന് എന്റെ വണ്ണത്തിനെയും പറഞ്ഞ് എന്നെ കളിയാക്കുവല്ലേ? ഞാൻ പോകുക. ഞാൻ ഇന്ന് തന്നെ എന്റെ വീട്ടിലോട്ട് പോകും. ഇപ്പൊ മോഹം പെട്ടു. കല്യാണം കഴിഞ്ഞ അടുത്ത ദിവസം പെണ്ണ് വീട്ടിൽ നിന്ന് പോയാ നാട്ടുകാരെന്ത് പറയും? മോഹൻ ഷെഫാലിനെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കി. നീ കരയാതെ ഷെഫാലി, കരയരുത്. എനിക്ക് തെറ്റുപറ്റി. നീ ദയവ് ചെയ്ത് പോകരുത്. ഞാനങ്ങ് പോകും. നിങ്ങൾക്ക് എന്നെ കഴിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ കല്യാണം കഴിച്ചേ? മോഹൻ മനസ്സിൽ പറഞ്ഞു. നീ ഇത്ര തീറ്റപ്പണ്ടാരമാണെന്നും നീ ഇത്രയധികം ഭക്ഷണം കഴിക്കുമെന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. ഈശ്വര, എന്തൊരു പരീക്ഷണമാണ്. മോഹന് അവളോട് മനസ്സിലുള്ള കാര്യം പറയാൻ പറ്റിയില്ല. പക്ഷെ അവൻ പറഞ്ഞു, എനിക്ക് തെറ്റുപറ്റി ഷെഫാലി. ശരി, നിനക്ക് എന്താണ് വേണ്ടത് അത് നീ കഴിച്ചോളൂ. നിനക്ക് കടയിൽ നിന്ന് എന്ത് വേണമെങ്കിലും വാങ്ങിത്തരാം. ഇനി മുതൽ ഞാനും ധാബയിലോട്ട് വരാം എല്ലാ ദിവസവും. ശരി, അങ്ങനെ ആകട്ടെ. അടുത്ത ദിവസം രാവിലെ ഷെഫാലി മോഹന്റെ കൂടെ ധാബയിൽ പോയി കഴിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് വേണ്ടി തന്തൂരി റൊട്ടിയും ബട്ടർ ചിക്കനും കൊണ്ടുവാ. പെട്ടെന്ന് തന്നെ കൊണ്ടുവരൂ. അതിന്റെ കൂട്ടത്തിലെ തന്തൂരി ചിക്കനും കൂട്ടത്തിൽ സവാളയും വേണം.
ഷെഫാലി കഴിച്ചുകൊണ്ടേയിരുന്നു. മോഹന്റെ ജോലിക്കാരൻ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ആൾക്കാർ വന്നുകൊണ്ടിരുന്നു. കഴിക്കാൻ ഒന്നുമില്ലാത്തതുകൊണ്ട് പോകുകയും ചെയ്തു. ആ ചേട്ടാ, റൊട്ടിയും പരിപ്പും ഉണ്ടോ? ആ റൊട്ടിയുണ്ട്, പക്ഷേ പരിപ്പ് തീർന്നു. ചിക്കൻ ഫ്രൈ ഉണ്ടോ? ഇല്ല, തീർന്നു. പനീറുണ്ടോ? അതും തീർന്നു പോയല്ലോ സാറേ. എന്താ കൂട്ടുകാരാ, ഇവിടെ ഒന്നുമില്ലേ? ശരി, എങ്കിൽ കുറച്ച് റൊട്ടി കൊണ്ടുപോവാ, ഉപ്പ് കൂട്ടി കഴിക്കാം. മോഹന്റെ ജോലിക്കാരൻ ഒച്ചത്തെ വിളിച്ച് പറഞ്ഞു. റൊട്ടിയെല്ലാം തീരാറായി കേട്ടോ. ഇനി ഉണ്ടാക്കണമെങ്കിൽ മൈദയും ഇല്ല. എന്റെ കൂട്ടുകാരാ, ഞാൻ ഈ കടയിലോട്ട് വരണ്ടായിരുന്നു. ഇനി വരത്തുമില്ല. കസ്റ്റമർ പോവുകയും ചെയ്തു. ഷെഫാലി കഴിച്ചുകൊണ്ടേയിരുന്നു. മോഹന്റെ നെഞ്ച് നല്ല രീതിയിൽ ഇടിക്കാൻ തുടങ്ങി. ഈശ്വര, ഇങ്ങനെയാണെങ്കിൽ ഞാൻ കട പൂട്ടേണ്ടി വരും, ഉറപ്പാണ്. കല്യാണം കഴിക്കേണ്ട കാര്യമില്ലായിരുന്നു. വൈകുന്നേരം എല്ലാ ആഹാരം തീർത്തതിനു ശേഷം ഷെഫാലി കിടന്നുറങ്ങാൻ വീട്ടിലോട്ട് പോയി. മോഹൻ വിഷമിച്ചുകൊണ്ട് ധാബയിൽ തന്നെ ഇരുന്നു. അവന്റെ ജോലിക്കാരൻ വന്നു. എന്തു പറ്റി യജമാനെ? നിന്റെ കല്യാണം കഴിഞ്ഞതാണോ? ഏയ്, കഴിഞ്ഞിട്ടില്ല. അയ്യോ വേണ്ട, ഇല്ലെങ്കിൽ കഴിക്കണ്ട. ആദ്യം പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിച്ചിട്ട് മതി. എന്റെ ജീവിതമോ നശിച്ചു. നിന്റെ ജീവിതം നീ വെറുതെ നശിപ്പിക്കണ്ട. വിഷമിക്കാതിരിക്കുക യജമാനെ. ഒരിക്കൽ അങ്ങയുടെ ഭാര്യയ്ക്ക് മനസ്സിലായിക്കോളും അധികം ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിന് നല്ലതല്ലെന്ന്. അന്ന് എന്റെ ഫോട്ടോ മാലയിട്ട് ചുമരിൽ തൂക്കും. ഇങ്ങനെ ഷെഫാലി ധാബയിൽ വന്ന് 1 മാസത്തോളം കഴിച്ചുകൊണ്ടേയിരുന്നു. മോഹനാണെങ്കിൽ പാപ്പരായി തുടങ്ങി. മാസാവസാനമായപ്പോ അവന് ആൾക്കാരിൽ നിന്നും കടം വാങ്ങേണ്ടി വന്നു. മോഹൻ ഇതെല്ലാം വിട്ട് എവിടെയെങ്കിലും പോവാന്ന് കരുതിയപ്പോ അന്നേ രാത്രി ഷെഫാലിയുടെ നെഞ്ചിൽ നല്ല വേദന തുടങ്ങി. ആ അയ്യോ, ഭയങ്കര വേദന, അയ്യോ. ഷെഫാലി നെഞ്ച് പിടിച്ചുകൊണ്ടിരുന്നു. മോഹൻ അപ്പ തന്നെ അവളെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു, ഷെഫാലി മാഡം, ഒരു ചെറിയ ഹാർട്ട് അറ്റാക്ക് ആണത്. ഹാർട്ട് അറ്റാക്കോ? അതെങ്ങനെ? അതെന്താ അങ്ങനെ? എനിക്ക് പ്രായം വളരെ കുറവല്ലേ? ഹാർട്ട് അറ്റാക്ക് അങ്ങനെ ഉണ്ടാവുന്നതല്ല, ജീവിത രീതി കൊണ്ടുണ്ടാവുന്നതാ. ആഹാര രീതി ക്രമീകരിക്കണം. ഇപ്പോൾ തന്നെ കൊളസ്ട്രോൾ കൂടുതലാ. എനിക്ക് പെട്ടെന്നൊന്നും മരിക്കണ്ട. എനിക്ക് മരിക്കാൻ താല്പര്യമില്ല. എങ്കിലും ഒരു കാര്യം ചെയ്യൂ, ഭക്ഷണം കുറയ്ക്കൂ, അപ്പൊ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഷെഫാലി അങ്ങ് പേടിച്ചുപോയി. അതിനുശേഷം അവൾ നല്ല രീതി മാറി. ആഹാരം നല്ല രീതി കുറച്ചു. വണ്ണം കുറയ്ക്കാൻ വേണ്ടി ധാബയിൽ തന്നെ ജോലി ചെയ്യാനും തുടങ്ങി. ധാബയിൽ നല്ല വരുമാനവും വന്നു. പതിയെ പതിയെ ആൾക്കാർ വന്നു. മോഹന് ലാഭമായി. അങ്ങനെ തീറ്റിപ്പണ്ടാരം നല്ല സ്ലിമ്മായി. മോഹൻ അവന്റെ ഭാര്യയുടെ കൂടെ സന്തോഷത്തോടെ തന്നെ ജീവിക്കാൻ തുടങ്ങി. ഗായത്രി ദേവിക്ക് 4 മക്കളും 4 മരുമക്കളും. ആദ്യം വന്ന 2 മരുമക്കൾ ധനികരുടെ മക്കളാണ്. രണ്ടാമത് വന്ന 2 മരുമക്കളും ദരിദ്രരുടെ മക്കൾ. അതുകൊണ്ട് ഗായത്രി ദേവി മൂത്ത മരുമകൾ സുമൻ, രണ്ടാമത്തെ മരുമകൾ നീലമിലാണ് ശ്രദ്ധ പുലർത്തിയിരുന്നത്. അവരെപ്പോഴും അവളെ മാത്രമേ നന്നായി നോക്കൂ. എന്നാൽ 4ാമത്തെയും 5ാമത്തെയും മരുമക്കൾ ആശയും വർഷയും എപ്പോൾ നോക്കിയാലും വഴക്കു പറയും. എന്നാൽ അവരെ 2പേരെക്കാൾ സ്വഭാവത്തിൽ ഇവരാണ് നല്ലവർ. ഗായത്രി ദേവിയുടെ 4 മരുമക്കളും ഗർഭിണികളാണ്. വീട്ടിൽ എപ്പോഴും ഇതിനെക്കുറിച്ചുള്ള സംസാരം ഓടിക്കൊണ്ടിരുന്നു. ഇവിടെ നോക്കുമോളെ സുമൻ, നീലം, 2പേരും എവിടെയാണ്? ഒന്നിങ്ങോട്ട് വന്നേ. അയ്യോ അമ്മേ, എന്താ ഇത്രയും ബോക്സൊക്കെ? ഇതിലെന്താ ഉള്ളത്? അമ്മ മാർക്കറ്റ് മുഴുവനും വാങ്ങിച്ചോണ്ട് വന്നോ? ആ, അങ്ങനെ തന്നെ കരുതിക്കോളൂ. എന്റെ 2 മരുമക്കളും ഇപ്പോൾ ഗർഭിണിയല്ലേ? അവർ 2പേരും നല്ല കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ പോകുമ്പോൾ അവരെ ഞാനല്ലാതെ വേറെ ആര് നോക്കാനാ? ഇതിൽ ഒരു ബോട്ടിൽ ഫുള്ളും നെയ്യുണ്ട്. പിന്നെ ഇതിൽ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സും, പിന്നെ നല്ല ഫ്രഷായ വെജിറ്റബിളും ഫ്രൂട്ട്സും. പിന്നെ നിങ്ങൾ 2പേർക്കും ഈ ഉപ്പ് ബിസ്ക്കറ്റും കേക്കും ഒരുപാട് ഇഷ്ടമല്ലേ? അതുകൊണ്ട് ഞാൻ കടക്കാരനോട് പറഞ്ഞിരുന്നു. അയാൾ വാങ്ങി വെച്ചിരുന്നത് ഞാൻ വാങ്ങി വന്നു. 2പേർക്കും ഇനി എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്ക്. ശരി അമ്മേ. അമ്മേ, ഞാൻ കുറച്ച് പണം തന്നിട്ടില്ലേ? അതിലെല്ലാം ചിലവായി പോയോ? അത് ഞാൻ ചോദിച്ചത്. അമ്മ ഇപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങി വന്നില്ലേ? ആഹാ, ഞാൻ അമ്മയ്ക്ക് തന്നത് ചിലവഴിച്ചതേ ഇല്ലേ? പിന്നെ ഈ സാധനങ്ങളൊക്കെ? മരുമക്കളോട് പണം ചോദിച്ചിട്ട് അമ്മായിയമ്മ ചിലവഴിക്കുമോ മക്കളെ? നിങ്ങൾ പണക്കാര പിള്ളാരല്ലേ? ഇവിടെ വരുമ്പോൾ നിങ്ങളെ നല്ലപോലെ നോക്കുന്നത് എന്റെ കടമയാണ്. നിങ്ങളുടെ അമ്മായിയച്ഛന്റെ പെൻഷൻ പണം വരുന്നില്ലേ? ഓരോ മാസവും ഞാനല്ലേ അത് വാങ്ങുന്നത്. ആ പണം കൊണ്ടാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് വാങ്ങുന്നത്. നിങ്ങളുടെ പണം ചിലവഴിക്കാൻ എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് അതങ്ങനെ കൊണ്ടുവന്ന് തന്നത്. സത്യത്തിൽ നമ്മുടെ അമ്മായിയമ്മ എത്ര നല്ലവരല്ലേ ചേച്ചി? ആശേ, ആശേ, പക്ഷേ നിങ്ങൾ എവിടെയാണ്? വേഗം ഒന്ന് വന്നേ. ഞങ്ങൾക്ക് 3 പേർക്കും തണുത്ത വെള്ളം കൊണ്ടുവാ. പിന്നെ നല്ല ചൂട് ചായയും കൊണ്ടുവരൂ.
ആ, നിങ്ങൾ രണ്ടുപേരും എവിടെ പോയി? അമ്മേ, വെള്ളം കുടിക്ക്. ചായ വർഷ കൊണ്ടുവരും. ആ, ശരി ശരി. ഇനിയും ഇവിടെ എന്തിനാ നിൽക്കുന്നേ? അമ്മ, ഇതാ ചായ എടുക്കൂ. ഞാൻ നിന്നോട് എത്ര പറഞ്ഞിട്ടുണ്ട് പാലിൽ തേയിലപ്പൊടിയിട്ട് തിളപ്പിക്കണമെന്ന്. എന്നാൽ നിങ്ങൾ രണ്ടുപേരും എന്താ അത് ചെയ്യാത്തത്? എന്തിനാ ഈ പച്ചവെള്ളം ചായയാക്കി കൊണ്ടുവരുന്നത്? അമ്മേ, ഞാൻ പാലിൽ ചായപ്പൊടി ഇട്ടാ തിളപ്പിച്ചത്. ആ അമ്മേ, വൈകുന്നേരം കഴിക്കാൻ ഞാൻ എന്താ ഉണ്ടാക്കേണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാം. അമ്മേ, ഇന്നെനിക്ക് ഇറച്ചിച്ചോറ് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആ, പിന്നെ ഇന്നെനിക്ക് പനീർ കഴിക്കണമെന്നുണ്ട്. ആ, എന്നാൽ ശരി. ഇന്ന് രാത്രി ആ ഇറച്ചിച്ചോറും പിന്നെ നെയ് വെച്ച് ചപ്പാത്തിയും ഉണ്ടാക്കിയേക്ക്. പിന്നെ എന്റെ മരുമക്കൾക്ക് പനീർ കറിയും ഉണ്ടാക്കി വെക്ക്. എന്നാൽ അമ്മേ, ഞങ്ങൾ നേരത്തെ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. അത് ആശയ്ക്ക് കഴിക്കണമെന്ന് ഒരാഗ്രഹമുണ്ടായിരുന്നു. ആ അമ്മേ, എനിക്ക് ഉരുളക്കിഴങ്ങ് കറി വേണ്ട. എനിക്ക് പനീർ കറി തന്നെ വേണം, പറഞ്ഞേക്കാം. അയ്യോ, നീ എന്തിനാ വിഷമിക്കുന്നത്? നീലം, ഇവിടെ നോക്ക്. നീ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും അതിവിടെ ഉണ്ടാക്കുമോ? ആശേ, വർഷേ, രണ്ടുപേരും ശ്രദ്ധിച്ചു കേൾക്ക്. ആ കറിയെടുത്ത് ചവറ്റുകൊട്ടയിലെറിയൂ. വർഷ കരഞ്ഞുകൊണ്ടേ അടുക്കളയിലേക്ക് പോയി. ആശ പിന്നാലെ പോയി അവളെ സമാധാനിപ്പിച്ചു. വർഷേ, നീ ഒന്നോർത്തും വിഷമിക്കണ്ട. നിനക്ക് ഉരുളക്കിഴങ്ങ് കഴിക്കാനല്ലേ ആഗ്രഹം? സുമനും നീലവും കിടന്നുറങ്ങട്ടെ. പിന്നെ അമ്മ ക്ഷേത്രത്തിൽ പോവില്ലേ? അപ്പോൾ ഞാൻ നിനക്ക് ഉണ്ടാക്കിത്തരാം. എന്താ ചേച്ചി, നമുക്ക് മാത്രം ഇങ്ങനെ? നമ്മളും ഇപ്പോൾ ഗർഭിണികളല്ലേ. എന്നാൽ അമ്മ നമ്മളോട് മാത്രം എന്താ ഇങ്ങനെ? എന്താ നമ്മളോട് ഇങ്ങനെ പെരുമാറുന്നത്? പണമില്ലാത്തത് കൊണ്ടാണോ? നമ്മൾ സുമനെപ്പോലെയും നീലത്തെപ്പോലെയും ഒരു പണക്കാരെ വീട്ടിൽ നിന്നല്ലല്ലോ വന്നത്. വർഷ പറയുന്നത് കേട്ട് ആശയും കരയാൻ തുടങ്ങി. ഇങ്ങനെ മാസങ്ങളും കടന്നുപോയി. മരുമക്കളുടെ സീമന്തത്തിനും നേരമായി. എല്ലാവരും അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി. ഗായത്രി ദേവി സുമനും നീലത്തിനും സീമന്തം നടത്തണമെന്ന് തീരുമാനിച്ചു. സുമനും നീലത്തിനും വേണ്ടി പട്ടുസാരി, ആഭരണം ഇതെല്ലാം അവർ വാങ്ങിവന്നു. വർഷയോടും ആശയ്ക്കും നേരെ ഗായത്രി ദേവി ശ്രദ്ധിച്ചതേയില്ല. എല്ലാവരും ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ റെഡിയായിക്കൊണ്ടിരുന്നു. അപ്പോൾ ഗായത്രി ദേവിയുടെ അടുത്ത് സുമനും നീലവും വന്നു. ചേച്ചി, ആദ്യം നിങ്ങൾ പറയൂ. എന്തു പറ്റി സുമൻ? എന്താണ് കാര്യം? ധൈര്യമായിട്ട് പറയേ. വേഗം പോകണം. അവിടെ ഫംഗ്ഷനിൽ എല്ലാവരും നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അത് പിന്നെ അമ്മ ഈ ഫംഗ്ഷനിലേക്ക് വരാതിരുന്നാൽ കുറച്ച് നന്നായിരിക്കും. കാരണം നിങ്ങളവിടെ വന്നാൽ ഞങ്ങളുടെ കുട്ടികൾക്കത് ശരിപ്പെട്ടു വരില്ല. എന്റെ അമ്മയാണ് പറഞ്ഞത്. ഒരു വിധവയുടെ നിഴൽ പോലും കൊള്ളരുത് ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകളുടെ നേരെ. അമ്മ, ഇത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാ. അമ്മയൊരു വിധവയല്ലേ. അമ്മയുടെ നിഴൽ ഞങ്ങൾക്കു നേരെയോ കുഞ്ഞുങ്ങൾക്കു നേരെയോ വീണാൽ അത്ര നന്നാവില്ല. അമ്മ ഈ ഫംഗ്ഷനിലേക്ക് വരാതിരിക്കുന്നതാ നല്ലത്. പിന്നെ ഞങ്ങളിൽ നിന്ന് അകന്നു നിൽക്കൂ. എന്നാലേ ഞങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും ഇനി നല്ലത് വരികയുള്ളൂ. സുമനും നീലമും അപ്പോൾ പറഞ്ഞത് കേട്ട് ഗായത്രി ദേവിക്ക് ഷോക്കടിച്ചതുപോലെയായി. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകാൻ തുടങ്ങി. അവർക്ക് മനസ്സില്ലെങ്കിലും സുമനെയും നീലത്തെയും പറഞ്ഞയച്ചു. വാ നീലം, അമ്മയ്ക്ക് നമ്മൾ പറഞ്ഞത് മനസ്സിലായി. അമ്മ ബുദ്ധിശാലിയല്ലേ. സുമനും നീലവും ഫംഗ്ഷനിലേക്ക് പോയി. എന്നാൽ കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ കണ്ടു ഗായത്രി ദേവി അവിടെ തന്നെ നിൽക്കുന്നത്. അമ്മേ, അമ്മയ്ക്ക് കുറച്ചുപോലും ബുദ്ധിയില്ലേ? ഞാൻ പറഞ്ഞിട്ടല്ലേ വന്നത് അമ്മ ഇവിടേക്ക് വരാൻ പാടില്ല എന്ന്. അമ്മയുടെ നിഴൽ കൊണ്ട് ഞങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും എന്തെങ്കിലും പറ്റിയാൽ? അപ്പോൾ അവിടെ ആശയും വർഷയും വന്നു. സുമൻ ചേച്ചി, നീലം ചേച്ചി, അമ്മ വന്നത് ഞങ്ങൾക്ക് വേണ്ടിയാ. ഞങ്ങൾക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ ആശീർവദിക്കാൻ വേണ്ടി. ചേച്ചി, അമ്മയുടെ അനുഗ്രഹം കിട്ടിയാൽ ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടിയ പോലെയാ. അവരും അമ്മയാ. അവരും മക്കളെ പ്രസവിച്ചിട്ടുണ്ട്. നമുക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ഇവരാണ് മുത്തശ്ശി. അതുകൊണ്ട് അവരുടെ ആശീർവാദം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടേ? അമ്മേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അമ്മ വേണം അനുഗ്രഹിക്കാൻ. ഞങ്ങളുടെ സീമന്തം അമ്മയിൽ നിന്ന് വേണം തുടങ്ങാൻ. എന്നോട് ക്ഷമിക്കൂ ആശേ, വർഷേ. ഞാൻ നിങ്ങളോട് എത്ര മോശമായി പെരുമാറിയിരുന്നാലും ഇന്ന് നിങ്ങൾ എന്റെ മനസ്സ് മനസ്സിലാക്കി പെരുമാറുന്നു. സുമനെയും നീലത്തിനെയും ഞാൻ എത്ര നന്നായി നോക്കിയിരുന്നു. എന്നാൽ അവരിപ്പോൾ എന്നോട് ചെയ്യുന്നത് കണ്ടോ? അവർ പണക്കാര വീട്ടിലെ പിള്ളേരായതുകൊണ്ടല്ലേ. അങ്ങനെ പറഞ്ഞ് ഗായത്രി ദേവി നന്നായി കരയാൻ തുടങ്ങി. അമ്മേ, കരയണ്ടെന്നേ. വരൂ, നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ ഫംഗ്ഷൻ നടത്താം. ഗായത്രി ദേവി ആശയും വർഷയും രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചു. അന്നുമുതൽ ആശയും വർഷയും ഗായത്രി ദേവി വളരെ നന്നായി നോക്കി. 4 മരുമക്കളെയും ഒന്നുപോലെ കണ്ടു. അവരവരുടെ ജോലി അവരവര് തന്നെ ചെയ്യണം. 2 വലിയ മരുമക്കൾ പണക്കാരി വീട്ടിലെ പിള്ളേരാണെങ്കിലും ഇവിടെ മരുമക്കളല്ലേ. 4 മരുമക്കളും ജന്മം നൽകിയ മക്കളെയും ഒരേപോലെ തന്നെ ഗായത്രി ദേവി നോക്കാൻ തുടങ്ങി. ഇത് കണ്ട് ആശയും വർഷയും രണ്ടുപേരും സന്തോഷിച്ചു. Thanks for watching.